ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാട്ടർ ടാങ്കിൽ ഒരു ഫിൽറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സ്റ്റീലിൻ്റെ ടാങ്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ടാങ്ക് വന്നിരിക്കുന്ന ടാങ്കിനോട് കൂടുതൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു ഫിൽറ്റർ വെക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മുടെ ഹൈറ്റ് സ്റ്റീലിൻ്റെ ടാങ്കിൻ്റെ കൂടെ വരുന്ന ഹൈറ്റ് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഫിൽറ്റർ കാര്യങ്ങൾ വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടുള്ളൂ. ഏകദേശം ഒരു 2 അടി അല്ലെങ്കിൽ 3 അടി വരുന്ന ഹൈറ്റ് വരുന്ന സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഈ പറയുന്ന ആ സ്റ്റീൽ ടാങ്ക് ആയതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് സ്റ്റാൻഡ് വരുന്നുണ്ട്. ആ സ്റ്റാൻഡ് ഇതിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വരുന്ന കണക്ഷൻസ് നോക്കുക. കാരണം അറിയാൻ പറ്റും 2 ഇഞ്ച് ഔട്ടാണ് സ്റ്റീലിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഫിൽറ്ററിലേക്ക് കൊടുത്തു. ഫിൽറ്ററിൽ നിന്ന് നേരെ വരുന്നത് പിന്നെ നമ്മുടെ ലൈനുകളിലേക്കാണ് പോകുന്നത്. പ്രഷർ ലൈനും അല്ലാത്ത ലൈനുകളാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ലൈനിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരു പൈപ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. സ്റ്റീൽ ടാൻ്റെ പ്രത്യേകത നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. വേസ്റ്റ് ലൈൻ, അതായത് വേസ്റ്റിൽ ആ ഊറിൽ വെള്ളത്തിൽ വരുന്ന ഊറിൽ കാര്യങ്ങൾ കളയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടാണ് കണ്ടോ. ഈ വാൽവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നേരെ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. നേരെ നമുക്ക് ടാങ്ക് കഴുകി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ഒരു 1 ഇഞ്ച് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് നമുക്ക് 2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ചിൽ നമ്മൾ ഫിൽറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഫിൽറ്ററിന് ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ ടാങ്ക് ആണെങ്കിൽ ഏത് ടാങ്ക് ആണെങ്കിലും നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നേരെ എവിടേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമേ തന്നെ ഫിൽറ്ററിലേക്കാണ് നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഹൈറ്റ് പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിനിമം 2 അടി അല്ലെങ്കിൽ 3 അടി വരാവുന്ന ഒരു സ്റ്റാൻഡ് സെപ്പറേറ്റ് പണിതതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫിൽറ്റർ കണക്ട് ചെയ്യാം. ഒന്ന് മോട്ടറിൻ്റെ ഇന്ന്, അതായത് മോട്ടറിൽ നിന്ന് ഔട്ട് വരുന്നത് നേരെ വാട്ടർ ടാങ്കിൻ്റെ ഇന്നിൽ കണക്ട് ചെയ്യാം. ഇനി അത് കൂടാതെ തന്നെ വാട്ടർ ടാങ്കിൻ്റെ ഔട്ടിലും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ ഔട്ടിലാണ് വരുന്നത്. ഔട്ടിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് കൊടുത്തു, അതിൻ്റെ മുകളിൽ സെപ്പറേറ്റ് നമ്മുടെ സ്റ്റീലിൻ്റെ ടാങ്ക് കൊടുത്തു, അതിനുശേഷം ഫിൽറ്റർ കൊടുത്തു, ഔട്ടിൽ നമ്മൾ ഫിൽറ്റർ കൊടുത്തു, അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പോയി. ഇനി നമുക്ക് ഇന്ന് വേണമെങ്കിലും ഇന്നും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഫിൽറ്റർ നമുക്ക് ഇന്നിലും ഔട്ടിലും കൊടുക്കാം. അതിന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so